everyone, welcome back to my channel. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇഫൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അതിൻ്റെ ബാക്കിയായിട്ട് എലിഫും കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. എലിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസിഫിനെയാണ് നമ്മൾ എലിഫ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇപ്പം ഈഫൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഈഫിൻ്റെ താഴെയുള്ള ഈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് താഴെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ എൽസിഫും കൂടെ യൂസ് ചെയ്യും. ഓക്കെ, എൽസിഫ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എൽസിഫ് ഇസ് യൂസ് വെൻ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇസ് ചെക്ക്ഡ്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആർ ചെക്ക്ഡ്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൽസിഫ് ഉപയോഗിച്ച് നമുക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറയാവേ. ഞാനൊരു നമ്പർ ഇസ് ഈക്വൽ ടു എന്താണ് നമ്പർ ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? 20 എന്ന് കൊടുത്തു. ഇഫ് ഓക്കെ, ഞാൻ കൊടുത്തേക്കുന്ന ആ നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ എനിക്ക് എന്ത് വേണം? പ്രിന്റ് ഞാൻ ബ്ലാക്ക് എന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ബ്ലാക്ക് എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം. അടുത്തത് അല്ല. ഓക്കെ, ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10ഉം ആൻഡ് ഓക്കെ ആൻഡ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആണെങ്കിൽ 30 ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം? പ്രിന്റ് ഞാൻ എന്ത് പറഞ്ഞത് യെല്ലോ. ഇനി അല്ല ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം എനിക്ക്? ബാക്കി ഇനി ഇപ്പോൾ ഒരു കണ്ടീഷനിലേ കാണത്തുള്ളൂ. പ്രിന്റ് ഓക്കെ ജസ്റ്റ് റെഡ്. ഓക്കെ, ഇത്രയും. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ എന്താ പ്രിന്റ് ആയിട്ടുള്ളത്? യെല്ലോ ആണ് അല്ലേ? കാരണം എന്താ? നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. നമ്പർ ലെസ് ദാൻ 10 അല്ല, അതുകൊണ്ട് ഈഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആയില്ല. ഈഫിന് താഴെയുള്ളത് പിന്നെ എന്താ ഉള്ളത്? നമ്പർ 10നേക്കാൾ മുകളിലും 30നേക്കാൾ ചെറുതുമാണ്. സോ നമ്മൾ എന്തായി? യെല്ലോ എന്നുള്ളത് ആ ഒരു പ്രിന്റ് യെല്ലോ എന്നുള്ള ലൈൻ ഓഫ് കോഡ് ഇവിടെ എക്സിക്യൂട്ട് ആയി. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ഒരു വലിയ പ്രോബ്ലം നമുക്ക് നോക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്. ഞാൻ 2 ക്വസ്റ്റ്യൻസ് പറയാം, നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കുക. ആ ഇൻപുട്ട് എടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യുക, 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്യുക, 3 ആണെങ്കിൽ അങ്ങനെ 4, 5, 6 സൺഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരെ പ്രിന്റ് ചെയ്യുക. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്താവണം? ഇൻവാലിഡ് എന്ന് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ക്യാരക്ടർ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? ക്യാരക്ടർ എടുക്കാം. വിബ്ജിയോർ. ഇപ്പോൾ വിബ്ജിയോർ എടുക്കുവാണെങ്കിൽ വിബ്ജിയോർ എന്നുള്ള വേർഡിലുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് മേടിക്കുക. അതിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് ബി ആണെങ്കിൽ വയലറ്റ് എന്ന് പ്രിന്റ് ചെയ്യുക, ഐ ആണെങ്കിൽ ഇൻഡിഗോ എന്ന് പ്രിന്റ് ചെയ്യുക, ഒ ആണെങ്കിൽ ഓറഞ്ച് എന്ന് പ്രിന്റ് ചെയ്യുക, ബി ആണെങ്കിൽ ബ്ലൂ, അങ്ങനെ പ്രിന്റ് ചെയ്യുക. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് എന്ന് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസറിൻ്റെ കയ്യിൽ നിന്ന് ക്യാരക്ടർ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ക്യാരക്ടർ മേടിക്കണം. ക്യാരക്ടർ മേടിക്കാനല്ല, ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് കൊടുക്കുന്നു. ദെൻ എന്ത് പറയുന്നു? എൻ്റർ ക്യാരക്ടർ ഓക്കെയാണ്. എൻ്റർ ക്യാരക്ടർ പറയുന്നു. ഇനി യൂസർ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താവണം? വി ആണെങ്കിൽ അപ്പം ഈക്വൽ ടു വി ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, യൂസർ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് അല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ഇൻറ്റോ മറ്റുള്ള ഫങ്ഷൻസ് ഒന്നും കൊടുക്കാൻ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം
ഇൻപുട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ട്രിങ് ആയിട്ട് തന്നെയാണ്. സോ നമ്മൾ പ്രത്യേകിച്ച് സ്ട്രിങ് എന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, യൂസർ എൻ്റർ ചെയ്യുന്ന, അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് യൂസർ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, വി ആണ് എന്നുണ്ടെങ്കിൽ വി ഓർ എന്തു ആവാം, ക്യാപിറ്റൽ വി ആവാം അല്ലേ, ക്യാപിറ്റൽ വി ആവാം സ്മോൾ വി ആവാം. ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ്. നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് വയലറ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, എൻ്റർ അല്ല ഏതാണെന്നുണ്ടെങ്കിൽ എൽസ് അല്ല, എൽസ് എന്താണ്, ഒരു 2 കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. എൽഫ് യൂസർ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഐ ആണ് എന്നുണ്ടെങ്കിൽ ഓർ ക്യാപിറ്റൽ ഐ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് ഇൻഡിഗോ. ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, ഇങ്ങനെ ഓരോന്നും ചെയ്തു പോവാം. എലിഫ് ഞാൻ ഇവിടെ എന്തിനാണ് കൊടുത്തേക്കുന്നത്, ഓക്കെ, ഇങ്ങനെ ചെയ്തു പോവാം. അടുത്തത് അവസാനം എന്ത് ചെയ്യണം, പ്രിന്റ് ഇൻഡിഗോ. അതല്ല, അവസാനം ഇങ്ങനെ താഴോട്ട് പോയിട്ട് എന്ത് ചെയ്യാം, എൽസ് അല്ല, ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ഇൻവാലിഡ്. ഓക്കെ, ഇൻവാലിഡ് എന്ന് പ്രിന്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി വിബ്ജിആറിലെ എല്ലാ ലെറ്റേഴ്സും വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്പർ ഇൻപുട്ട് എടുക്കുക. നമ്പർ ഇൻപുട്ട് എടുത്തിട്ട് നമ്പർ ഇൻപുട്ട് എടുക്കുക. ആ നമ്പർ എന്ന് പറയുന്നത് ഇഫ് ആ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്പർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് സൺഡേ. ഇവിടെ കോളൻ ഇടാൻ മറക്കരുത്. ലൈക്ക് ദാറ്റ് എന്ത് വരും, അലിഫ് നം is equal to 2 ആണെങ്കിൽ പ്രിന്റ് എന്ത് വരണം, മൺഡേ. ഇങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, else print invalid. അപ്പം ഇങ്ങനെയാണ് വരിക. പക്ഷെ ഇത് നമ്മളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഫോർ ഷുവർ എന്തായിരിക്കും, സോറി ടെർമിനൽ അല്ലേ, ടെർമിനൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻവാലിഡ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവാലിഡ് കണ്ടീഷൻ ഇല്ലയെന്ന് വെച്ചു. ഓക്കെ, നമുക്ക് ഒന്നും കാണിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻവാലിഡ് കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാഞ്ഞിട്ടും നമുക്ക് ഔട്ട്പുട്ട് ഇൻവാലിഡ് എന്ന് കിട്ടിയത്. കാരണം ഇതൊന്നും അല്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നം ഈസ് ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 1 ഇസ് എൻ ഇൻറ്റിജർ. നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ സ്ട്രിങ് ആണ് നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷനിൽ അത് ഇൻറ്റിജർ ആണ്. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കത് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അവിടെ ഇൻവാലിഡ് കണ്ടീഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണ് എന്താണ് ഇതൊന്നും അല്ലാത്ത കണ്ടീഷൻ, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് യൂസർ കൊടുക്കുന്നത് സ്ട്രിങ് ആണ്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷൻസ്, നമുക്ക് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന സ്ട്രിങ് ഇൻറ്റിജർ അല്ലാണ്ടാവുമ്പോൾ ഇൻവാലിഡ് എന്ന് പറയുന്നത് ഇവിടെ പ്രിന്റ് ആവും. ഇൻവാലിഡ് കണ്ടീഷൻ ഇല്ലാണ്ടാവുമ്പോൾ, അതായത് ഞാനിപ്പോൾ 1 എൻ്റർ ചെയ്തു, ഇവിടെ നം ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ആവണം. പക്ഷെ പ്രിന്റ് ആയോ ഇല്ല. എന്തുകൊണ്ടാണ്, കാരണം പൈത്തൺ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ട്രിങ് ആയിട്ടാണ്. നമ്മൾ അതിന് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താക്കി മാറ്റണം,
ഇൻഡ് ആക്കി മാറ്റണം, ഇൻറ്റിജർ ടൈപ്പ് ആക്കി മാറ്റണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് അഗെയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 എന്നുള്ള നമ്പർ 1 എന്ന ടെർമിനലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സൺഡേ എന്ന് കിട്ടി. നേരത്തെ അത് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇൻവാലിഡ് കിട്ടിയത് മനസ്സിലായില്ല? എന്തുകൊണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടും നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷൻസ് ഉള്ളത് ഇൻറ്റിജറുമാണ്. അതൊന്നും അല്ലാണ്ട് വരുമ്പം ഇൻവാലിഡ് ആവാൻ പറഞ്ഞു. സോ സ്ട്രിങ് ഈസ് നോട്ട് ഈക്വൽ ടു ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവാലിഡ് പ്രിൻ്റ് ആയി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ num1 ഈസ് ഇക്വൽ ടു 3 നമ്പറിൽ ഏതാണ് ബിഗ്ഗസ്റ്റ് എന്ന് ചെക്ക് ചെയ്യുന്നത്. num1 ഈസ് ഇക്വൽ ടു 10, num2 ഈസ് ഇക്വൽ ടു 20, ദെൻ num3 ഈസ് ഇക്വൽ ടു 50. ഈ 3 നമ്പറിൽ ഏതാണ് ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. ഇഫ് num1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2ഉം num1 ഗ്രേറ്റർ ദാൻ num2 ആൻഡ് ഓക്കെ ഒന്നാമത്തെ നമ്പർ 2നേക്കാളും 3നേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എന്തായിരിക്കും? ബാക്കിയുള്ള 2 നമ്പറിനേക്കാളും ഒന്നാമത്തെ നമ്പർ വലുതാണെങ്കിൽ എന്തായിരിക്കണം? പ്രിന്റ് num1 is the largest. ഓക്കെ, ഇനി എലിഫ് അടുത്ത കണ്ടീഷനിലേക്കാണെങ്കിൽ അല്ലേ, ഇപ്പം എലിഫ് num2 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ num3 ആൻഡ് num2 എന്ന് പറയുന്നത് എന്താവണം? num2 ഗ്രേറ്റർ ദാൻ num1 ആണെങ്കിൽ, രണ്ടാമത്തെ നമ്പർ 1നേക്കാളും 3നേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് num2 ഈസ് ദി ലാർജസ്റ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ സെപ്പറേറ്റ് പറയണോ? ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും? മൂന്നാമത്തെ നമ്പർ ആയിരിക്കും. ടാപ്പ് സ്പേസ് പ്രിന്റ്. ടാപ്പ് സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഇററാണ് കാണിക്കുക. num3 is the largest. ഓക്കെ, നമുക്കിതിനെ റൺ ചെയ്ത് നോക്കാം. നമുക്കിത് ആദ്യം ഒന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് കിട്ടി? num2 is the largest. അതായത് രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ നമ്പറായ 20 10നേക്കാളും 15നേക്കാളും വലുതായതുകൊണ്ട് തന്നെ num2 is the largest എന്നുള്ളത് കിട്ടി. സോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും കാണും. നിങ്ങൾ തന്നെ 3 നമ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ അതിലേതാണ് ബിഗ്ഗസ്റ്റ് നമ്പർ, ഏതാണ് സ്മോളസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് ഓൾസോ സെയിം രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത പാർട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.